ഹായ് മകളെ, ഇതൊരു മോട്ടിവേഷൻ വീഡിയോ അല്ലെങ്കിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഫാക്ടർ ഉള്ളൊരു വീഡിയോ അല്ല. ഇതൊരു കാഷ്വൽ ടോക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ സംസാരിക്കുന്ന പോലെയോ ബ്രദർ സംസാരിക്കുന്ന പോലെയോ ഒരു കൂട്ടുകാരൻ സംസാരിക്കുന്ന രീതിയിലോ ഇനി അല്ലെങ്കിൽ ഒരു അധ്യാപകൻ നിങ്ങളോട് പറയുന്ന രീതിയിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാം. ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അതൊരു കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളിപ്പോൾ +2-ലാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈം ട്രാവൽ ചെയ്യാം. അതായത് ഈ വരുന്ന അടുത്ത 2025 മെയ് മാസം 2ാമത്തെ ആഴ്ച ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ആ ദിവസം നിങ്ങളുടെ റിസൾട്ട് ഔട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പറൊക്കെ അടിച്ചുകൊണ്ട് നിങ്ങൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നിങ്ങൾ കാത്തിരുന്ന റിസൾട്ട് നിങ്ങൾക്ക് വന്നു. പക്ഷേ വിചാരിച്ച മാർക്ക് കിട്ടിയില്ല. വിചാരിച്ച മാർക്ക് കിട്ടിയില്ലാത്തത് കൊണ്ട് തന്നെ മറ്റു നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊക്കെ മാർക്കുകൾ കിട്ടുകയും ചെയ്തു. വല്ലാത്തൊരവസ്ഥയാണല്ലേ. നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാകുന്ന കാര്യം നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. ആളുകൾക്ക് ഇത്ര മാർക്ക് കിട്ടി, എനിക്ക് ഇത്ര മാർക്കാണുള്ളത്, അതുകൊണ്ട് ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയാണ് എന്ന് ഒരുപാട് ആളുകൾ ചിന്തിക്കാറുണ്ട്. ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, കൃത്യമായിട്ട് എയിമുള്ള എത്ര പേരുണ്ട്? നിങ്ങളുടെ എയിം എന്താണ്? നിങ്ങൾക്ക് ആ എയിം ഉണ്ടാവാനുള്ള റീസൺ എന്താണ്? പറ്റുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം പല ആളുകളും മടിയന്മാരാണ്. പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. ഞാൻ ഒരു എയിമും ഇല്ലാതെ ജീവിച്ച ഒരാളാണ്. ഒരു എയിമും ഇല്ല. എനിക്ക് +2-ലേക്ക് എത്തുന്ന 10ാം ക്ലാസ്സിൽ വലിയൊരു കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ +2 സയൻസ് ചൂസ് ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ +2 സയൻസിലേക്ക് എത്തുന്നത്. അവിടെ എനിക്ക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കാൻ ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് മാത്സ് ടീച്ചർ ആവണമെന്നോ അങ്ങനത്തെ ഒരു എയിമും ഇല്ലായിരുന്നു. പക്ഷേ ഒരിക്കൽ എൻ്റെ സുവോളജി ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മിസ്സിനോട് എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ചോദിച്ചു, മിസ്സിന് എത്രയാണ് സാലറി എന്ന് ചോദിച്ചു. ആ സമയത്ത് മിസ്സ് പറഞ്ഞൊരു എമൗണ്ട് ഉണ്ട്. ആ ഒരു എമൗണ്ട് എന്നെ കണ്ണ് തള്ളിച്ചു. അന്ന് ഞാൻ വിചാരിച്ചു എനിക്കൊരു ഹയർ സെക്കൻഡറി ടീച്ചർ ആവണം എന്നുള്ളത്. പക്ഷെ അതിനുവേണ്ടി ഞാൻ പ്രത്യേകിച്ച് കഷ്ടപ്പെടുകയോ പഠിച്ചിട്ടോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഞാൻ +2 കഷ്ടപ്പെട്ട് പാസ്സായി. വലിയ മാർക്കൊന്നുമില്ല, എങ്കിലും +1-നേക്കാൾ എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ എപ്പോഴും പറയുന്ന റീസണ്, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ +1-ൽ ഞാൻ കുറച്ച് ഉഴപ്പിയിട്ടുണ്ടായിരുന്നു. അതായത് അത്ര പഠിക്കാതെ. പക്ഷേ +2-ലെത്തിയ സമയത്ത് മറ്റുള്ള കുട്ടികൾക്ക് മാർക്ക് കൂടുതലും എനിക്ക് മാർക്ക് കുറവും വന്ന സമയത്ത് എനിക്ക് ഒരുപാട് ടെൻഷൻ വന്നു. എനിക്ക് പഠിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ എക്സ്റ്റേണലായിട്ട് ഒരു ട്യൂഷന് പോകാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റി. ഞാൻ നിർബന്ധിതമായിട്ട് പഠിക്കുകയും ചെയ്തു. എനിക്കതിൻ്റെ റിസൾട്ടും കിട്ടി. അപ്പോൾ +2-ൽ അത്യാവശ്യം നല്ല മാർക്ക് കിട്ടി. പക്ഷേ +2-ന് ശേഷം എനിക്ക് എന്തെടുക്കണമെന്നൊന്നും പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ആ ഐഡിയ ഇല്ലാതെ ഞാൻ പോകുന്ന സമയത്താണ് എനിക്ക് ഭാഗ്യത്തിന് ഡിഗ്രി അഡ്മിഷൻ കിട്ടുന്നത്. അങ്ങനെ ഡിഗ്രി അഡ്മിഷൻ എടുത്തു. ഡിഗ്രി എടുത്ത സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് എയിമില്ല. അങ്ങനെ PG അഡ്മിഷൻ കിട്ടി. അങ്ങനെയാണ് ഞാൻ PGയിൽ എത്തിയതിന് ശേഷമാണ് എനിക്ക് പഠിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്, ഞാൻ അതിന് ഏബിളാണ് എന്ന് എനിക്ക് മനസ്സിലായത്. അന്ന് മുതലാണ് ഞാൻ ടീച്ചിങ് എന്ന് പറയുന്ന പാഷനിലേക്ക് ഞാൻ വരുന്നത് മെയിനായിട്ട്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്കൊക്കെ അറിയാം ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ള ഒരുപാട് കുട്ടികൾ ഇവിടെയുണ്ട്. എന്നാൽ എന്നെപ്പോലെ ആഗ്രഹമില്ലാത്ത കുട്ടികൾ ഇവിടെ തന്നെയുണ്ട്. ഈ വീഡിയോ കാണുന്ന ആളുകളിൽ പല ആളുകളും ഇതേ രീതിയിലാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് പഠിക്കണമെന്ന ആഗ്രഹമില്ലാത്ത ഒരു കുട്ടി പോലും ഒരുപക്ഷെ ഈ വീഡിയോ കാണാനിരിക്കില്ല. നിങ്ങളോട് പറയാനുള്ളത്, പല തവണ ശ്രമിച്ചിട്ടും പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വപ്നം കാണേണ്ടത് അടുത്ത വർഷം 2025 മെയ് മാസം 2ാമത്തെ ആഴ്ചയിലാണ്. കാരണം അന്നാണ് നിങ്ങളുടെ റിസൾട്ട് വരുന്നത്. അന്ന് ഞാൻ അല്പം കൂടി പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി മാർക്ക് കിട്ടുമായിരുന്നു എന്ന ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് ഇന്ന് മുതൽ പഠിച്ചാൽ വരെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നൊരു വാക്കുണ്ട്, എൻജോയ് ദ ജേണി നോട്ട് ദ ഡെസ്റ്റിനേഷൻ എന്ന്. അതായത് നമ്മൾ പഠിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്മുടെ മാക്സിമം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ വിശ്വസിക്കുക. ചിലപ്പോൾ മാർക്ക് കുറച്ച് കുറഞ്ഞു പോകും. പക്ഷേ മാർക്ക് കുറഞ്ഞു പോകുന്നത് ഞാൻ പഠിക്കാത്തത് കൊണ്ടാവരുത് എന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. അപ്പോൾ മാക്സിമം നിങ്ങൾ പഠിക്കാം. ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റാത്ത എന്നെപ്പോലത്തെ ആളുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് സൈലത്തിൻ്റെ അഗ്നി ബാച്ചിലേക്ക്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പുവരുത്താവുന്നതാണ്. ഏറ്റവും മികച്ച അധ്യാപകരും ക്ലാസ് റൂമുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാറേ നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾക്ക് ഈ അഡ്മിഷൻ വെക്കാനാണില്ലേ എന്ന് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അത് മാറ്റി വെക്കുക. നിങ്ങൾ ആ മനസ്സ് നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് മൈൻഡ് നിങ്ങൾ മാറ്റി വെക്കുക. പകരം നിങ്ങൾ പഠിക്കണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക. ഞാൻ പറയുന്നത് സൈലം അഗ്നി ബാച്ച് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണമെന്നൊന്നുമില്ല. ചില ആളുകൾ ഓഫ്ലൈനിൽ പോകുന്ന ആളുകളുണ്ടാവും, മറ്റു പ്ലാറ്റ്ഫോമുകൾ സെലക്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാൻ ഉറപ്പ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സൈലത്തിൽ അഗ്നി ബാച്ച് എന്താണ്, അത്രയും അടിപൊളിയാണ് എന്നത് മാത്രമാണ് എനിക്ക് തരാൻ പറ്റുന്ന ഉറപ്പ്.
എവിടെയാണെങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. കാരണം ലൈഫ് നിങ്ങളുടേതാണ്. മറ്റാരും നിങ്ങളോട് ചോദ്യം ചെയ്യാൻ വരില്ല. കുറേ കാലം കഴിയുമ്പോൾ നിനക്ക് എന്തുകൊണ്ടാണ് പണി കിട്ടാത്തത് എന്ന് മാത്രമേ ആളുകൾ ചോദിക്കൂ. നിനക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ആയിട്ടില്ല എന്ന് ആൾക്കാർ ചോദിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, നല്ലൊരു ജോലിയിലേക്ക് എത്തണമെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസം നമ്മൾ കാഴ്ചവെക്കേണ്ടതുണ്ട്, നല്ലൊരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം മാർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നത് തന്നെയാണ്. അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. നല്ലൊരു മികച്ച അധ്യാപകരായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് അതിലേറ്റവും മികച്ചവരായിട്ട് നിങ്ങൾ സമൂഹത്തിലേക്ക് എത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, സൈലന്റ് ലേണിംഗ്. ബൈ.